जगदानन्दकारका जय जानकी प्राणनायका शुभ स्वागतं प्रिय परिपालका మంగళకరమౌ నీరాక ధర్మానికి వేదిక అవుగాక దేవీం వాచమజనజంత దేవాః తాం విశ్వరూపాః పశవో వదంతే సానో మంత్రేషవోర్జంతుహావ ధేనుర్వాగస్వానుపసుష్టుతైతో సుముహూర్తోస్త్యచ్చన గృహ్ణంతో సుముహూర్తమస్తు सुप्रतिष्ठितमस्तु अयं मुहूर्तः सुमुहूर्तोऽस्तु राज्यं राज्यं स्वाराज्यं वैराज्यं पारमेष्टिकं राज्यं അല്ലയോ മാരുതി, എല്ലാവരും സ്വപ്നം കണ്ട ആ ഒരു നിമിഷം ആഗതമായിരിക്കുന്നു. എല്ലാവരും അവരവരുടെ കർമ്മവിധങ്ങളിൽ മുഴുകിയിരിക്കുന്നു. പക്ഷേ ഈ ഒരു സന്ദർഭം ഉണ്ടാകാൻ കാരണമായ ആ ഒരാൾ എന്തിനാണ് ഇങ്ങനെ ആൽമരച്ചുവട്ടിൽ ഏകനായിരിക്കുന്നത്? അങ്ങേക്ക് ഒട്ടും സന്തോഷമില്ലേ? അയ്യോ ദേവി, ഈ പട്ടാഭിഷേകമോ ഈ ആഘോഷങ്ങളോ ഒന്നുമല്ല എനിക്ക് പ്രധാനം. ഞാൻ ഭഗവാനെ ധ്യാനിച്ച് ആ സന്തോഷത്തിൽ മുഴുകിയിരുന്നു പോയതാണ്. എന്നെ ലങ്കയിൽ നിന്ന് രക്ഷിച്ച് ഇവിടെ കൊണ്ടുവന്ന അങ്ങേക്ക് സമ്മാനമായി ഒന്നും തന്നെ തന്നില്ല. ഈ പട്ടാഭിഷേക വേളയിൽ ഞാൻ എനിക്ക് ഏറ്റവും വിലപിടിപ്പുള്ളതും എൻ്റെ ഭഗവാൻ എനിക്ക് സമ്മാനമായി തന്നതുമായ ഈ മുത്തുമാല ഞാൻ അങ്ങേക്ക് പൂർണ്ണ മനസ്സോടെ തരുന്നു. എൻ്റെ ജീവിതത്തിൽ എനിക്ക് ഏറ്റവും വിലപിടിപ്പുള്ളതാണ് ഈ മാല. കുരങ്ങൻ്റെ ചാബല്യം കാണിക്കുകയാണോ? എനിക്കെൻ്റെ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട വസ്തുവാണ് ഞാൻ നിനക്ക് തന്നത്. ഒരു കരുണയുമില്ലാതെ നീ അത് കടിച്ചു പൊട്ടിച്ചു കളയുന്നു. ഇത്രയ്ക്കുമുള്ള ഭക്തിയെ എന്നോടും എൻ്റെ ഭഗവാനോടും നിനക്കുള്ളോ? അല്ലയോ ദേവി, ഞാൻ എൻ്റെ ഈ ജീവിതം തന്നെ ഭഗവാനും ദേവിക്കും വേണ്ടി സമർപ്പിച്ചിട്ടുള്ളതാണ്. ഞാനിവിടെ ഈ മാലയിൽ നോക്കിയിരുന്നപ്പോൾ ഈ മാലയിലും പൊട്ടിച്ചു കളഞ്ഞ ഒരു മുത്തിലും എൻ്റെ ഭഗവാനെ കാണാൻ സാധിച്ചില്ല. ആയതിനാൽ എൻ്റെ ഭഗവാനില്ലാത്ത മുത്തുകളെല്ലാം ഞാൻ കളഞ്ഞുകൊണ്ടിരിക്കുകയാണ്. നീ ഈ മാല കടിച്ചു പൊട്ടിച്ചത് ഭഗവാൻ ഇല്ലാത്തത് കൊണ്ടല്ലേ? അതുപോലെ നീ നിന്റെ ശരീരവും കളയുമോ? സീതാദേവിക്ക് തൻ്റെ തെറ്റ് മനസ്സിലാകുകയും താൻ തൻ്റെ പതിയെ സ്നേഹിക്കുന്നതിലും എത്രയോ മടങ്ങ് ഹനുമാൻ തൻ്റെ ഭഗവാനെ ഭക്തിയോടെ കാണുന്നുവെന്നും മനസ്സിലാക്കുന്നു. ഭക്തിയാണ് ഈ പ്രപഞ്ചത്തിൽ മോക്ഷത്തിനുള്ള ഏറ്റവും നല്ല മാർഗം. ശ്രീരാമദേവനെ നെഞ്ചിൽ പ്രതിഷ്ഠിച്ചു പദപൂജ ചെയ്യും കാരുണ്യമൂർത്തേ, നിത്യമെന്നുൾ കാമ്പിൽ വന്നുദിക്കേണം കദളി വനവാസ ശ്രീ ഹനുമൻ സ്വാമി.